ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അത് വരയ്ക്കാനുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ ലിക്വിഡേഷൻ്റെ 2 പ്രോബ്ലം ചെയ്തിരുന്നു. എസ്സേ ടൈപ്പ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കും വേണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. P Limited is the holding company of Q Limited. The balance sheet of both companies as on 31st March 2019 is given below. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ 2,50,000 50,000 ഉണ്ട്. അതിൽ എന്താണ് 50,000 ശ്രദ്ധിക്കണം. എത്രയാ ഒരു ഷെയറിൻ്റെ വില? 10 രൂപയാണ്. ക്യൂടെ 50,000 എന്ന് പറഞ്ഞാൽ 5,000 ഷെയറിന് 10 രൂപ വെച്ചിട്ട് 50,000 ആണ്. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവ് ഓപ്പണിംഗ് ബാലൻസ് അതായത് 1/4/2018 ഉണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റും 1/4/2018 ഉണ്ട്. ഡ്യൂറിംഗ് ദ ഇയറിൽ വേറെയും തന്നിട്ടുണ്ട്. 2 കമ്പനിയുടെയും കറണ്ട് ലയബിലിറ്റി 2 കമ്പനിയുടെയും ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും തന്നിട്ടുണ്ട്. അസറ്റിൽ ഫിക്സഡ് അസറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഗുഡ് വില്ലും ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റിൽ 50,000 കിടക്കുന്നുണ്ട്. എത്രയാണെന്ന് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ താഴെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നോക്കാം കേട്ടോ എന്താ ഡീറ്റെയിൽസ്. ഇൻവെസ്റ്റ്മെന്റിൽ കറണ്ട് അസറ്റിൽ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇൻവെന്ററി, ബാങ്ക്, ക്യാഷ് ഇതൊക്കെയാണ് എന്തിൽ കിടക്കുന്നത്? കറണ്ട് അസറ്റിൽ കിടക്കുന്നത്. എന്താ നമുക്ക് അതിൽ അതർ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. പി ലിമിറ്റഡ് എക്വയർ 3,000 ഷെയർസ് ഓഫ് ക്യൂ ലിമിറ്റഡ്. അപ്പോൾ മൊത്തം 50,000 ഷെയർ ആണ്. 50,000 രൂപയുടെ ഇക്വിറ്റി ഷെയർസ് ആണ് ക്യൂവിലുള്ളത്. അതായത് 5,000 ഷെയർ, ഒരു ഷെയറിന്റെ വില 10 രൂപ. അതിൽ 3,000 ആണ് ക്യൂവിൻ്റെ പി വാങ്ങിച്ചിരിക്കുന്നത്. എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് നോക്കിയേ. എന്താണ് വാങ്ങിച്ചിരിക്കുന്നത്? 42,500 കൊടുത്തിട്ടാണ്. 42,500 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ആണ്. പ്രൈസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 42,500 രൂപയാണ്. വാങ്ങിച്ചിരിക്കുന്ന ഡേറ്റ് 1/4/2018. ഇനി ബിൽസ് റിസീവബിൾ ഓഫ് പി ലിമിറ്റഡും അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ഓഫ് പി ലിമിറ്റഡും ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിളിൽ 12,500ഉം 4,000ഉം എന്താണ് റെസ്പെക്റ്റീവ്ലി റെപ്രസെന്റ് ദോസ് ഡ്യൂ ഫ്രം ക്യൂ ലിമിറ്റഡ് ആണ്. അപ്പോൾ പി ലിമിറ്റഡിലെ ഡെപ്റ്റേഴ്സിൽ 12,500 രൂപയും റിസീവബിൾസിൽ 4,000 രൂപയും ക്യൂ പിക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഇന്റർ കമ്പനി ഓയിങ് ആണ്. അത് ക്യാൻസൽ ചെയ്ത് പോവും. രണ്ടും ഇവരുടെ ഡെപ്റ്റേഴ്സ് എന്നും ബിൽസ് റിസീവബിൾ എന്നും അവരുടെ ക്രെഡിറ്റേഴ്സ് എന്നും ബിൽസ് പേയബിൾ എന്നും അത് ക്യാൻസൽ ചെയ്ത് കളയണം. പിന്നെ എന്താണ്? സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓഫ് ക്യൂ ലിമിറ്റഡ് ഇൻക്ലൂഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം പി ലിമിറ്റഡ്. അങ്ങനെ വരുമ്പോൾ അവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ എത്രയുണ്ടെന്ന് നോക്കിയേ. 5,000 ആണുള്ളത്. വിച്ച് ഇൻക്ലൂഡ് പ്രോഫിറ്റ് ചാർജ്ഡ് ബൈ പി ലിമിറ്റഡ് അറ്റ് 25% ഓൺ കോസ്റ്റ്. ബോത്ത് കമ്പനീസ് പ്രപ്പോസ്ഡ് 10% ഡിവിഡൻഡ് ഫോർ 2018-19. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങൾ പിയുടെ ഷെയർ എത്രയാണ്, അതുപോലെ തന്നെ അതർ ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ എത്രയാണെന്ന്, അതിനെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയും, അത് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത് ചെയ്യേണ്ട കാര്യം ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും തിരിച്ചിട്ട് ഇവരുടെ 2 പേരുടെ ഷെയർസും അതിൽ കണ്ടുപിടിക്കണം. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഗുഡ്വിൽ അഥവാ ക്യാപിറ്റൽ റിസർവ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. നാലാമത് എന്താണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റിൽ എന്താണ് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം റിവാലുവേഷൻ പ്രോഫിറ്റ് എന്താണ് റിവാലുവേഷൻ പ്രോഫിറ്റ് ഇല്ല സോറി എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഓക്കെ, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് സ്റ്റോക്കിലുണ്ട്, അത് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് തന്നെ നമുക്ക് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ പോർഷൻ എത്രയാണെന്നും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്ട് എന്നിട്ടേ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ആദ്യം ചെയ്യണം, എന്നിട്ട് അവസാനം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഷെയർ ഓഫ് പി എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ഹോൾഡിംഗ് ഷെയർ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ എത്രയൊക്കെയാണ് നമ്മുടെ ഷെയർ എന്ന് നമുക്ക് കണ്ടുപിടിച്ചാലോ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഷെയർ ഹോൾഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു കമ്പ്യൂട്ടേഷൻ ഓഫ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഹോൾഡിംഗ് ഷെയർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ്. അങ്ങനെ എഴുതാം, ഷെയർ ഹോൾഡിംഗ്.
അപ്പോൾ നോക്കിക്കോ കേട്ടോ, പി ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡിംഗ് എത്രയാണ്? നമ്മൾ മൊത്തം 3000 ഷെയർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മൊത്തം അവരുടെ എത്ര ഷെയർ ഉണ്ട് നോക്കിയേ, 5000 ഷെയർ ഉണ്ട്. 50,000 ഡിവൈഡഡ് ബൈ എന്താണ് 10 എന്നിട്ട് ആ ക്യൂവിന്റെ ഷെയർ എത്രയാ? ടോട്ടൽ ഷെയർ എത്രയാ? 5000. അതിൽ 3000 ആണ് പി വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയെന്ന് പറയാം? 3/5 ആണ്. അപ്പോൾ അതർ ഷെയർ ഹോൾഡേഴ്സിന്റെ അവരെ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അവർ ബാക്കിയുള്ളവർ എത്രയായിരിക്കും? 2000 ആയിരിക്കും. അപ്പോൾ 2000/5000 എന്ന് പറഞ്ഞാൽ 1/5 മനസ്സിലായി, സോറി 2/5. ഓക്കെ, 2/5. ഇതാണ് ആദ്യത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത്? കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഹോൾഡിംഗ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് മനസ്സിലായോ? 3/5ഉം 2/5ഉം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് പ്രോഫിറ്റ് എന്താണ് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഡിവിഷൻ ഓഫ് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ പ്രോഫിറ്റിനെ എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് 2 തരമുണ്ട്. ഒന്ന് ക്യാപിറ്റൽ പ്രോഫിറ്റും 2 റവന്യൂ പ്രോഫിറ്റും. ഓക്കെ, ക്യാപിറ്റൽ പ്രോഫിറ്റും 2 റവന്യൂ പ്രോഫിറ്റും ഇത് രണ്ടും ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും എത്രയാണെന്ന് നമുക്ക് നോക്കണം. അതിൽ നോക്കിയാൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് 1/4/2018 അപ്പോൾ ഇതിന് ഈ സമയത്ത് ഉള്ള പ്രോഫിറ്റുകളെ ഒക്കെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയും. അതിന് ശേഷമുള്ള പ്രോഫിറ്റിനെ നമ്മൾ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ബാലൻസ് ഷീറ്റിൽ നോക്കിയേ 1/4/2018 ജനറൽ റിസർവ് എത്രയുണ്ട് നോക്കിയേ. നമ്മുടെ ക്യൂവിൻ്റെ ജനറൽ റിസർവ് നോക്കേണ്ടത് 25,000 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി ജനറൽ റിസർവ് ഏത് ഡേറ്റില്? 1/4/2018. അത് ഏതിലാ വരിക? ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാ വരണത് നോക്കിയേ? 25,000. കാരണം പർച്ചേസ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പുള്ളതൊക്കെ ബിഫോർ ഒക്കെ നമ്മൾ എന്തായിട്ട് പറയും? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടും പറയും. ആഫ്റ്റർ ഒക്കെ റവന്യൂ പ്രോഫിറ്റ് ആയിട്ടും പറയും. അപ്പോൾ ബിഫോർ അതായത് ഈ ഡേറ്റും ഈ ഡേറ്റിന് മുമ്പുള്ളതൊക്കെ എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇതിൽ 25,000 വരും. പിന്നെ ഒരു പി ആൻഡ് എല്ലും ആ ഡേറ്റിലുള്ളതുണ്ട്. ആ ഡേറ്റിൽ എത്രയാണ് കിടക്കണേ നോക്കിയാൽ? ആ 2018 ഒരു പി ആൻഡിലും കിടക്കുന്നുണ്ട് 10,000. അപ്പോൾ ഇത് രണ്ടുമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ 35,000 ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റിൽ കിടക്കണം നോക്കിയേ, ഒരു പി ആൻഡ് എൽ കിടക്കുന്നുണ്ട്. പി ആൻഡ് എൽ ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട്. റവന്യൂ പ്രോഫിറ്റിൽ 11 എത്രയാണ് കിടക്കണത്? 250 കിടക്കുന്നുണ്ട്. ആ 11,250 ആണ് റവന്യൂ പ്രോഫിറ്റ്. കണ്ടോ, ഇത് ടോട്ടലാണ് ആരുടെ? രണ്ടുപേർക്കും മൊത്തമുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും ആണ്. അപ്പോൾ പ്രോഫിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയണം. ഒന്ന് ക്യാപിറ്റൽ പ്രോഫിറ്റും ഒന്ന് റവന്യൂ പ്രോഫിറ്റും. ഇനി അത് രണ്ടുപേർക്കും വീതിച്ചു കൊടുക്കണം. ഒന്ന് പിക്കും പി ലിമിറ്റഡിന്റെ ഷെയറും. പി ലിമിറ്റഡിന്റെ ഷെയർ എത്രയാണ് നോക്കിയാൽ? ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, കണ്ടുപിടിക്കുകയാണ്. പി ലിമിറ്റഡിന്റെ 35,000 എത്ര വരും? 35,000 എന്താണ് 3/5 ഭാഗം പി ലിമിറ്റഡിനും എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റുകാർക്ക് 35,000 മുകളിൽ എത്രയാ? 2/5 അപ്പോൾ എത്രയാ വരണം നോക്കിയേ? എന്താണ് 35,000 × 3/5 21,000 ഇതിനും പിക്കും. അതുപോലെ തന്നെ 14,000 ബാക്കിയുള്ളത് 14,000 വരണം. 14,000 ആർക്കുമാണ്? നമ്മുടെ എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനുമാണ്. അതേപോലെ തന്നെ നമ്മൾ ആരുടെയും കണ്ടുപിടിക്കണം? നമ്മുടെ ഈ 11,250 റവന്യൂ പ്രോഫിറ്റിനെയും രണ്ടാക്കി മുറിക്കണം. റവന്യൂ പ്രോഫിറ്റിൽ അതായത് 11,250ന്റെ 3/5 ഭാഗം ആർക്കാണ്? പി ലിമിറ്റഡിനാണ്. അഥവാ 6,750. അപ്പോൾ 6,750 രൂപ എന്താണ് ആർക്കുള്ളതാണ്? പി ലിമിറ്റഡിനാണ്. ബാക്കിയുള്ള 4,500 രൂപ ആർക്കായിരിക്കും? എന്താണ് NCIക്കായിരിക്കും. NCI എന്ന് പറഞ്ഞാൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനായിരിക്കും. അപ്പോൾ അവർക്കുള്ള ഷെയറുകൾ കണ്ടുപിടിച്ചോ? ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. ഈ ഷെയർ കണ്ടുപിടിക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അവരുടെ ഷെയർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, സ്റ്റെപ്പ് 3യിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? റിസർവ് അഥവാ ക്യാപിറ്റൽ റിസർവ് അഥവാ ഗുഡ് വിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. ക്യാപിറ്റൽ റിസർവ് അഥവാ ഗുഡ് വിൽ. അപ്പോൾ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നോക്കാട്ടോ. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് സ്റ്റെപ്പ് 3യിലെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ അഥവാ ക്യാപിറ്റൽ റിസർവ്. ഇതിൽ ഏതാ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ,
ക്യാപിറ്റൽ റിസർവ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഗുഡ് വിൽ അഥവാ ക്യാപിറ്റൽ റിസർവ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. എപ്പോഴാണ് നമ്മൾ ഗുഡ് വിൽ ഉണ്ടെന്ന് പറയാം, വാങ്ങിച്ച വില കൂടുതലും എന്താണ് അതിന്റെ ഫേസ് വാല്യൂ കുറവാണെങ്കിൽ അത് ഗുഡ് വില്ലാണ്, ഡിഫറൻസ് ഗുഡ് വില്ലാണ്. അപ്പോൾ നമുക്ക് ഗുഡ് വിൽ ഉണ്ടോ നോക്കാം. എങ്ങനെയാ നോക്കാം, എല്ലാ കണക്കിലും ഒരുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ആ സ്റ്റെപ്പ് ഗുഡ് വില് നമ്മൾ പർച്ചേസ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. എന്താണ് പർച്ചേസ് പ്രൈസ്. ഓക്കെ, പർച്ചേസ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കാം മക്കളെ, എന്താണ് ക്വസ്റ്റ്യനിൽ 42,500 രൂപയാണ് പർച്ചേസ് പ്രൈസ് അല്ലെ. 42,500 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു എന്നല്ലേ പറയണേക്കണേ. 3000 ഷെയർ ആ 42,500 രൂപ കൊടുത്ത് വാങ്ങിച്ചു. എന്താ അതിന്റെ കോസ്റ്റ് പ്രൈസ് അഥവാ അതിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് എത്രയാണ്? ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് 3000 ഷെയറിന് 10 രൂപയാണ്. അപ്പോൾ 30,000 ആണ് അതിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ അതാണ് 42,500 കൊടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ 12,500 രൂപ കൂടുതലാണ് കൊടുത്തേക്കണത്. അതിൽ ആ കമ്പനിയിൽ നിന്ന് കിട്ടിയ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്ക് ലെസ് ചെയ്യാം. ആ കമ്പനിയിൽ നിന്ന് കിട്ടിയ അത്രയും കാലത്ത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അഥവാ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ലെസ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്തു. മൈനസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയർ. ഓക്കെ, നമ്മുടെ ഷെയർ എത്രയാണ്? നമ്മുടെ ഷെയർ 21,000. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നെഗറ്റീവ് ഫിഗർ അല്ലേ വരേണ്ടത്? 8,500. ആ 8,500 ആണ് നമ്മുടെ ക്യാപിറ്റൽ റിസർവ്. നെഗറ്റീവ് ഫിഗർ വന്നാൽ അത് ക്യാപിറ്റൽ റിസർവ്, പോസിറ്റീവ് ഫിഗർ വന്നാൽ അത് ഗുഡ് വിൽ. അപ്പോൾ നമുക്ക് നോക്കിയാൽ 8,500 നെഗറ്റീവ് ഫിഗർ അല്ലേ വരേണ്ടത്. അപ്പോൾ 8,500നെ നമ്മൾ എന്ത് പേര് കൊടുത്തു? ക്യാപിറ്റൽ റിസർവ്. മറക്കരുത് കേട്ടോ, ക്യാപിറ്റൽ റിസർവ് നമ്മൾ പേര് കൊടുത്തു. 8,500 രൂപ ക്യാപിറ്റൽ റിസർവ് ആണ്. അപ്പോൾ അത്രയും കഴിഞ്ഞല്ലോ, നമ്മുടെ ഗുഡ് വിൽ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട അടുത്ത കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. അപ്പോൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയാം. അവരുടെ ഷെയറുകളെല്ലാം കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ അവർക്ക് എത്രയൊക്കെ ഷെയർ ഉണ്ട് നോക്കിയേ. ഒന്ന് എന്താണ് ക്യാപിറ്റലിലെ അവരുടെ ഷെയർ. ക്യാപിറ്റലിലെ എത്രയാണ് നോക്കിയേ? ക്യാപിറ്റലിലെ ഷെയർ എത്രയാണ് നോക്കിയാൽ? ഷെയർ ക്യാപിറ്റലിലെ ഷെയർ 2,000 ഷെയർ അവരുടെ ഇടയിലുള്ളത്. ആ 2,000 × 10 അല്ലേ അവരുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ എത്രയാ? 20,000. ഇനി എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റിലെ ഷെയർ? ക്യാപിറ്റൽ പ്രോഫിറ്റിലെ അവർക്ക് എത്ര ഷെയർ ഉണ്ട്? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ അവർക്ക് 14,000 ഉണ്ട്. 14,000. ഓക്കെ, പിന്നെ അടുത്തത് റവന്യൂ പ്രോഫിറ്റിൽ അവരുടെ ഷെയർ. റവന്യൂ പ്രോഫിറ്റിൽ അവരുടെ ഷെയർ എത്രയാ? 4,500. ഓക്കെ, ഇത്രയും എല്ലാം കൂട്ടി കഴിഞ്ഞാൽ ഇപ്പം എത്ര കിട്ടി? 20, 34, 38,500 കിട്ടിയില്ലേ? ഇതിന് ഈ പ്രോഫിറ്റില് ഒരു പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അവർക്ക് കിട്ടാനുണ്ട്. അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ എന്താണ് ആ പോർഷൻ ആ പ്രോഫിറ്റിൽ നമ്മൾ മാറ്റണം, കുറയ്ക്കണം. അപ്പോൾ എന്താണ് പ്ലസ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രപ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറയ്ക്കണം കേട്ടോ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എത്രയാ? 20,000 ആണ് അവരുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റല്, അവരുടെ പോർഷൻ. അതിൽ 10% അവർക്ക് ഡിവിഡൻഡ് കിട്ടുക. മനസ്സിലായോ? അവർക്ക് എങ്ങനെ ഡിവിഡൻഡ് കിട്ടണമെന്ന് മനസ്സിലായോ? പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 10% ക്യൂ എന്താണ് കൊടുക്കേണ്ടത്? 10% ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എനിക്കുള്ള പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ആർക്കുള്ള പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റുകാരുടെ പോർഷൻ നമ്മൾ നോട്ട് ചെയ്യണം. അത് എത്രയാന്ന് നോക്കിയേ? 2,000. അപ്പോൾ 2,000 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? അവരുടെ ഷെയറിന്റെ മുകളിൽ ഷെയറിന്റെ മുകളിൽ 10%. അത് നമ്മുടെ പ്രോഫിറ്റ് ലെസ് ചെയ്യണം. അപ്പോൾ 36,500 ആണ് നമ്മുടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ വരേണ്ടത്. ഈ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ സെപ്പറേറ്റ് ഒരു പ്രൊവിഷൻ ആയിട്ട് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ അവിടെ വേറെ എഴുതി കാണിക്കും. നമ്മൾ കൊടുക്കാനുള്ളതും ഈ NCIക്ക് കൊടുക്കാനുള്ളതും NCIക്ക് കൊടുക്കാനുള്ളതും P ലിമിറ്റഡ് കൊടുക്കാനുള്ളതും കൂടി സെപ്പറേറ്റ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് മൈനസ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ അഡ്ജസ്റ്റ്മെന്റ്? ഇനി അടുത്തത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. കാരണം ഒരു സ്റ്റോക്കിൽ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ? അപ്പോൾ സ്റ്റെപ്പ് അടുത്തത്. അപ്പം 4ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 5ാമത്തെ സ്റ്റെപ്പ് calculation of unrealized profit.
അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കേട്ടോ. ഓക്കെ, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്തിന്റെ മുകളിൽ കിടക്കണേ? സ്റ്റോക്കിന്റെ. അപ്പൊ സ്റ്റോക്കിന്റെ വില എത്രയാണ് നോക്കാം. ഇതിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 5000ന്റെ മുകളിലാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കിടക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് സ്റ്റോക്ക്? അവര് ക്യൂവിന്റെ പി കൊടുത്ത സ്റ്റോക്കിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ക്വസ്റ്റ്യനിൽ വന്നേക്കണേ. എത്ര രൂപയുടെ സ്റ്റോക്ക് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കണേ. ഇത് സെല്ലിംഗ് പ്രൈസിലാണ് കിടക്കുന്നത് കേട്ടോ. സ്റ്റോക്ക് 5000 രൂപയുടെ സ്റ്റോക്ക് അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5000 രൂപയുടെ സ്റ്റോക്കില് എന്താണ് എന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? എന്താണ് ഒരു 25% ഓൺ കോസ്റ്റ് ആണ് പ്രോഫിറ്റ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 25% ഓൺ എത്രയുടെ മുകളിലാണ്? 25% ഓൺ കോസ്റ്റിന്റെ മുകളിലാണ്. അപ്പോൾ കോസ്റ്റിന്റെ മുകളിൽ 25% ഇത് തന്നിരിക്കുന്നത് എത്രയാണ്? എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അതെങ്ങനെയാ മനസ്സിലായ? ക്യൂ ലിമിറ്റഡ് എന്താണ് പറഞ്ഞിട്ടുണ്ട്? ഇൻക്ലൂഡ്സ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം പി ലിമിറ്റഡ് അറ്റ് ₹5000. 5000 രൂപ കൊടുത്തിട്ട് പിയുടെ വാങ്ങിച്ച ഗുഡ്സ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അത് സെല്ലിംഗ് പ്രൈസ് ആണ്. പിയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് അത് 5000. ക്യൂയുടെ സ്റ്റോക്കിൽ കിടക്കുന്നത് 5000 പിയുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ അത് എന്താണ്? 5000 ആണ്. അപ്പൊ കോസ്റ്റിന്റെ മുകളിലാണ്. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അത് നന്നായി മനസ്സിലാക്കണം കേട്ടോ. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റിന്റെ മുകളിലാണ് 25% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് 100ഉം 25% സെല്ലിംഗ് എന്താണ് പ്രോഫിറ്റുമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 125%. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തിന്റെ മുകളിലാണോ പ്രോഫിറ്റ് പറയണത് ആ വസ്തു എപ്പോഴും 100% ആവും. ഇപ്പൊ സെല്ലിംഗ് പ്രൈസിന്റെ മുകളിലാണ് പ്രോഫിറ്റ് പറയണെച്ചെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 100 ആവും. കോസ്റ്റിന്റെ മുകളിലാണ് പ്രോഫിറ്റ് പറയണെച്ചെങ്കിൽ കോസ്റ്റ് 100ഉം പ്രോഫിറ്റ് 25ഉം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയാവും? 125 ആവും. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 125 5000 എന്നറിയില്ലേ? അപ്പൊ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? therefore unrealized profit തെറ്റിക്കരുത് കേട്ടോ. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 25 അഥവാ 1000. മനസ്സിലായോ? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയാണ്? 1000 ആണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അത്രയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലേ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? കൺസോളിഡേറ്റഡ് എന്താണ് ബാലൻസ് ഷീറ്റ് വരച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ ഡാറ്റകൾ പിന്നെ കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ ബാക്കിൽ നമ്മൾ നോട്ട് നമ്പറുകളായിട്ട് ഓരോന്നും ചെയ്ത് നോക്കാം. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും പറഞ്ഞത് ഈ പറഞ്ഞതൊക്കെ നമ്മൾക്കൊന്നൊരു സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇതൊന്ന് മാച്ച് കളയാൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇത് വേണമെന്നില്ല. ഇവിടുത്തെ നോക്കിയ പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയൊക്കെ ഉണ്ട്? നമ്മുടെ ഷെയർ 21000 14000 അല്ലേ? മറ്റേത് എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ 21000 14000 ഉണ്ട്. ഇവിടെ 6700 4500 ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ക്യാപിറ്റൽ റിസർവിലേക്ക് 8500 കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചു. ക്യാപിറ്റൽ റിസർവിൽ 8500 കിടക്കുന്നുണ്ട്. പിന്നെ NCIയുടെ ഷെയർ എത്രയാണ്? 38500 ആണ്. ഇത് നമ്മൾ മാറ്റണോണ്ടാണ് ടീച്ചർ ഇപ്പം നോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. 36500 38 അല്ല 36500 ആണ്. പിന്നെ നമ്മുടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയുണ്ട്? 1000 ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് മാറ്റുമ്പോൾ പോകണ്ടെന്ന് വെച്ചിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മുടെ റവന്യൂ പ്രോഫിറ്റിൽ നമ്മുടെ ഷെയർ 6750. അത് റവന്യൂ പ്രോഫിറ്റ് ഷെയർ പിയുടെ ഷെയർ എത്രയാ? 6750. ഓക്കെ, ഇത്രയും നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് മാറ്റിയാണ്. എന്നിട്ട് വേണം നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ. ഇനി നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുത്തു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അത് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺസോളിഡേറ്റഡ് എന്താണ് ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കാനാണ് കേട്ടോ. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ ഫസ്റ്റ് വൺ നമ്മൾ ഇതാണ് ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഹെഡിങ് കൊടുത്തു ഫസ്റ്റ് വൺ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഹെഡിങ് കൊടുത്തു. അതിലെ ഫസ്റ്റ് വൺ എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. എഴുതാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്.
ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റലാണ് ആദ്യത്തെ ഐറ്റം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് എടുത്തു, ഷെയർ ക്യാപിറ്റൽ. ആ ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഷെയർ ക്യാപിറ്റലിൽ എന്താണ് നമ്മുടെ ബി ലിമിറ്റഡിൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കി നോക്കിയേ, 2,50,000. അപ്പോൾ നമ്മളവിടെ എഴുതി 2,50,000. അതിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ നോട്ട് നമ്പർ എഴുതിയിട്ടില്ല കേട്ടോ. ഇത് നോട്ട് നമ്പർ, ഇത് എമൗണ്ട്. ഓക്കെ, നോട്ട് നമ്പർ ഞാൻ എഴുതിയിട്ടില്ല, നേരിട്ട് 2,50,000 ഔട്ടറിലിട്ടു. ഇനി റിസർവ് ആൻഡ് സർപ്ലസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നോട്ട് നമ്പർ 1 റിസർവ് ആൻഡ് സർപ്ലസ്. ഓക്കെ കേട്ടോ, ഇതെങ്ങനെയാണ് റിസർവ് ആൻഡ് സർപ്ലസ് ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള റിസർവ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെയാണ് കിടക്കുന്നത് നോക്കിയേ. ആദ്യം നമുക്ക് പ്രോഫിറ്റ് എന്ന് എടുക്കാം, എന്നിട്ട് അതിൻ്റെ കൂടെ ജനറൽ റിസർവ് ഇതാക്കിയാൽ മതി. അല്ലെങ്കിൽ ജനറൽ റിസർവ് ആദ്യം തന്നെ എഴുതി. ജനറൽ റിസർവ്, നമ്മുടെ കയ്യിലുള്ള ജനറൽ റിസർവ് എത്രയാ, 1,05,000 അല്ലെ, 1,05,000. ഇനി നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണെന്ന് നോക്കിയേ. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് 22,500 തെറ്റിക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ഡ്യൂറിംഗ് ദ ഇയറിലെ പ്രോഫിറ്റ് എത്രയാ, പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ എത്രയുണ്ട് നോക്കിയേ. പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ എത്രയാ, നമ്മുടെ 42,500. അപ്പോൾ 22,500 42,500 045 75,000 അല്ലെ. 40 50 60 അല്ല, എത്രയാ വരിക, 65,000 അല്ലെ. 65 അല്ലേ വരണത്, 65 നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. ആ 65,000 75 അല്ല 65. അപ്പോൾ 65,000 നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഇനി 65,000 കൂടെ നമ്മുടെ റവന്യൂ പ്രോഫിറ്റ്, അതായത് ക്യൂവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ പ്രോഫിറ്റ് അത് എത്രയാണെന്ന് നോക്കിയാൽ. ക്യൂവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ പ്രോഫിറ്റ് 6,750 ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലസ് റവന്യൂ പ്രോഫിറ്റ് ഫ്രം ഇതാണ് ക്യൂ കേട്ടോ. ക്യൂവിൽ നിന്ന് കിട്ടിയ റവന്യൂ പ്രോഫിറ്റ് എത്ര, 6,750. നമ്മൾ നേരത്തെ കാൽക്കുലേഷനിൽ ചെയ്ത് വെച്ചതാ. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ട് നോക്കിയാൽ, 65,000 പ്ലസ് 6,750 71,750. ഓക്കെ, 71,750 ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാശ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതേ പ്രോഫിറ്റ് ആയിട്ട് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ലെസ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് മറക്കരുത് കേട്ടോ. ലെസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എത്രയാ, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ എത്രയാ, 2,50,000 മുകളിൽ 10% നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, 25,000 രൂപ. അത് നമ്മൾ ലെസ് ചെയ്ത് ബാക്കിയുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ് നോക്കിയേ, 25,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 45,750. മനസ്സിലായോ? അപ്പോൾ അത്രയും നമ്മുടെ എന്താണ് 45,750 നമ്മുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ എത്രയാണെന്ന പ്രോഫിറ്റിലെ ജനറൽ റിസർവിൽ 1,05,000, പി ആൻഡ് എല്ലില് 45,750. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ആ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഇവിടെ നമ്മൾ ലെസ് ചെയ്യണം. ഈ എന്താണ് 25,000 പിന്നെ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ അവരുടെ പോർഷൻ 2,000 ഏരിയയിലെ അത് രണ്ടും കൂടിയിട്ട് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് 27,000 നമ്മൾ കറന്റ് ലയബിലിറ്റിയിൽ വേറെ കാണിക്കും വേണം കേട്ടോ. അത് നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇത് ഓക്കെ ആയില്ലേ? ഇനി നമ്മുടെ ക്യാപിറ്റൽ റിസർവ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ, അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്ത ടോട്ടൽ റിസർവ് ആൻഡ് സർപ്ലസ് ആയി. അപ്പൊ ക്യാപിറ്റൽ റിസർവ് അടുത്ത സ്റ്റെപ്പിൽ എഴുതി. ക്യാപിറ്റൽ റിസർവ് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചതാണ്. നോട്ടിൽ എത്രയാ, 8,500. അതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ എന്തായി, റിസർവ് ആൻഡ് സർപ്ലസിന്റെ ടോട്ടലായി. അപ്പൊ എത്രയാ നോക്കിയേ, 1,5 45,750 8,500 ഒക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരുന്നത് നോക്കിയേ. എന്താണ് മൊത്തം വരുന്നത് 1,59,250. മനസ്സിലായോ? 1,59,250. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസിൽ. അപ്പൊ ബി പോയിന്റ് ആയിട്ട് നമ്മളിവിടെ എഴുതി റിസർവ് ആൻഡ് സർപ്ലസ്. ഒരുമിച്ച് എഴുതുന്നു കേട്ടോ. റിസർവ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 1 എത്രയാ, 1,59,250. മറക്കരുത്, 1,59,250
എന്താണ് റിസർവ് ആൻഡ് സർപ്ലസ്. അത് എഴുതി കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മറന്നു പോകരുത്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് സി പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തു കേട്ടോ. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നാണ് 36,500. അതിന്റെ വേണമെങ്കിൽ നോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിന് നോട്ടിന്റെ നമ്പർ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ. 36,500 ആണ് എന്താണ് രണ്ടാമത്തെ നോട്ട് നമ്പറിൽ അവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. രണ്ടാമത്തെ നോട്ടിന് കൊടുത്താൽ മതി. അപ്പോൾ 36,500 ആണ് നമ്മുടെ എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റി എഴുതിയാലോ അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ സെക്കൻഡ് വൺ എന്തെടുത്തു? കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിലെ ഫസ്റ്റ് ഐറ്റം എന്താ? കറണ്ട് ലയബിലിറ്റീസിലെ ഫസ്റ്റ് ഐറ്റം നോക്കിയേ, സൺട്രി ക്രെഡിറ്റേഴ്സ്. അതിന്റെ നോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട് നോക്കിയേ. സൺട്രി ക്രെഡിറ്റേഴ്സ് നോട്ട് നമ്പർ 3. ഓക്കെ, നോക്കിയേ ക്രെഡിറ്റേഴ്സ് എത്രയൊക്കെയാണ് നോക്കിയേ. 60,000, 23,000. അതിലെന്തുണ്ട്? നമ്മുടെ ഒരു 12,500 എന്താണ് ക്യൂവിന്റെ ക്രെഡിറ്റേഴ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ലെസ് ചെയ്യണം. എന്താണ് ആ പേര്? സൺട്രി ക്രെഡിറ്റേഴ്സിൽ എത്രയൊക്കെ എമൗണ്ട്? 60,000. പിയുടെ 60,000. ക്യൂവിന്റെ എത്രയാണ് കിടക്കണത്? 23,000. അപ്പോൾ മൊത്തം 60,000 പ്ലസ് 23,000 70, 83,000. ആ 83,000-ൽ നിന്നും ലെസ് ഇന്റർ കമ്പനി ഗോയിങ്. ഇന്റർ കമ്പനിയാണ് കേട്ടോ. ഇന്റർ കമ്പനി ഗോയിങ് എത്രയാ വരണത്? 12,500. അതങ്ങോട്ട് ലെസ് ചെയ്ത് ബാക്കിയുള്ളത് ഔട്ടർ പ്രോഡക്റ്റ് ഇവിടേക്ക് പോകും. അതങ്ങോട്ട് ലെസ് ചെയ്യുമ്പോൾ ബാക്കി എത്രയാണ്? 12,500 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്കുള്ളത് 70,500 അല്ലെ. 70,500 അല്ലേ വരിക? 70,500 വരുന്നത്. അപ്പോൾ 70,500 ഇവിടെ എഴുതണം. 70,500. അപ്പോൾ എന്താണ് കറന്റ് ലയബിലിറ്റീസിലെ ഫസ്റ്റ് വൺ എഴുതി സൺട്രി ക്രെഡിറ്റേഴ്സ് 70,500. മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ അതിലടുത്ത പോയിന്റ് എന്താ നോക്കി നോക്കിയേ. സൺട്രി ക്രെഡിറ്റേഴ്സ് പോലെ തന്നെ ബിൽസ് പേയബിൾ. ബിൽസ് പേയബിളും ഇതുപോലെ തന്നെ ചെയ്യാം. എത്രയാ വരണേ നോക്കിയേ. ബിൽസ് പേയബിളില് നമ്മൾ ഈ നോട്ട് മാറ്റിയാണ്. ഇനി അടുത്തത് ബിൽസ് പേയബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ബിൽസ് പേയബിൾ ഇതേപോലെ തന്നെ പി ലിമിറ്റഡിന്റെ ബിൽസ് പേയബിൾ എത്ര കിടക്കണേ? 20,000 കിടക്കുന്നുണ്ട്. ക്യൂ ലിമിറ്റഡിന്റെ എത്ര കിടക്കുന്നുണ്ട്? 15 കിടക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ 35. അതിലെ ഇന്റർ കമ്പനി ഓയിങ് പറഞ്ഞിട്ടുണ്ട്. ഇന്റർ കമ്പനി ഓയിങ് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 4,000. ക്വസ്റ്റ്യനിൽ കണ്ടോ മക്കളെ? 12,500-ലും 4,000-ലും. അപ്പൊ 4,000 നമ്മൾ ഇവിടുന്ന് ലെസ് ചെയ്യണം. ഒപ്പം തന്നെ ഇതേപോലെ തന്നെ അസറ്റ് ഒന്നും ലെസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ 35 4 കുറച്ചാൽ ബാക്കി 31,000. ഓക്കെ, അപ്പൊ 31,000. നാലാമത്തെ നോട്ട് നമ്പർ 4. നോട്ട് നമ്പർ 4 എന്താണ്? 31,000. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്തോ? കഴിഞ്ഞില്ലേ? ഇനി വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ എല്ലാം കഴിഞ്ഞോ നമ്മുടെ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ പ്രൊവിഷൻ. അപ്പൊ പ്രൊവിഷൻ ഒന്ന് നമുക്ക് നോക്കണം. എത്രയൊക്കെയാ നോക്കിയേ. ഷോർട്ട് ടേം പ്രൊവിഷൻ ഹെഡിങ് കൊടുക്കണം. ഷോർട്ട് ടേം. ഓക്കെ, ഷോർട്ട് ടേം പ്രൊവിഷൻ. ഷോർട്ട് ടേം പ്രൊവിഷൻ ഉണ്ട്. എത്രയാ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കൊടുക്കേണ്ടത്? ഒന്ന് നമുക്ക് ഇവിടെ ചെയ്തിടാം. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പി ലിമിറ്റഡിന്റെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 25,000 നമ്മൾ പ്രപ്പോസ് ചെയ്തില്ലേ നേരത്തെ? 25,000. അത് എന്താണ്? പി ലിമിറ്റഡിന്റെ 25,000-ഉം പിന്നെ മറ്റേത് എത്രയാണ്? ക്യൂ ലിമിറ്റഡ് ആർക്ക് കൊടുക്കാനുള്ളത്? NCIക്ക് കൊടുക്കാനുള്ള 2,000-ഉം. അങ്ങനെ മൊത്തം 27,000 പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. പി ലിമിറ്റഡിന്റെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലില് 2,50,000-ന്റെ 10% 25,000-ഉം. ക്യൂ ലിമിറ്റഡ് എന്താണ്? എനിക്ക് തരാനുള്ളത് അവിടെ വേണ്ട, എഴുതരുത്. എന്താണ്? ആർക്ക് കൊടുക്കാനുള്ളത് എഴുതണം? ഔട്ട്സൈഡർക്ക് കൊടുക്കാനുള്ളത് എഴുതണം. ഔട്ട്സൈഡർക്ക് കൊടുക്കാനുള്ളത് എത്രയാ? 2,000. അങ്ങനെ മൊത്തം 27,000. അത് മറക്കരുത് കേട്ടോ. അത് നോട്ട് നമ്പർ എത്രയായിട്ട് എഴുതിക്കോളൂ? നോട്ട് നമ്പർ 5 ആയിട്ട് നോട്ട് ചെയ്തോളൂ. 5 എന്താണ്? പ്രപ്പോസ്ഡ്
ഡിവിഡൻഡ് എത്രയാണ് വന്നേക്കണേ 27,000. മറക്കരുത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി വേറെ ഐറ്റം ഒന്നും ഇനി ബാക്കി നമുക്കില്ല. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്താൽ ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ ആവും. ഇത്രയും നോക്കിയാൽ ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ ചെയ്തെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്കുക. ഇത്രയും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എമൗണ്ട് എന്താണ് 5,74,250 5,74,250. ഓക്കെ, 5,74,250 വരുന്നത്. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അസറ്റും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അസറ്റ്സ്. അപ്പോൾ ഇത് ഹെഡിങ് കൊടുത്തു അസറ്റ്സ്. അസറ്റ്സിലെ ആദ്യത്തെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേഗം ചെയ്ത് നോക്കാം. അസറ്റിലെ ആദ്യം എന്താണ് നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റിലെ ഫസ്റ്റ് വൺ പറയുന്നത് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്. അതിൻ്റെ നമുക്ക് ഇത് നോട്ട് നമ്മളിവിടെ ചെയ്യാണ് കേട്ടോ. ഫിക്സഡ് അസറ്റിൻ്റെ നോട്ട് നമ്മളിവിടെ നോട്ട് ചെയ്യാണ്. ഫിക്സഡ് അസറ്റ് നോട്ട് നമ്പർ 6. ഫിക്സഡ് അസറ്റിൽ ഏതൊക്കെയുള്ളത് നമുക്ക് രണ്ടും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 1,00,000 ലാൻഡ് ആൻഡ് ബിൽഡിങ് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിങ് 1,00,000 പ്ലസ് എത്രയാ 25,000. അപ്പോൾ 1,25,000. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 1,25,000 പ്ലസ് എത്രയാ 25,000. അപ്പോൾ എത്രയാ 1,50,000. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി കഴിഞ്ഞാൽ പിന്നെ ഗുഡ്വിൽ എത്രയാ കിടക്കണേ നോക്കിയാൽ ഗുഡ്വിൽ 75,000 പ്ലസ് 17,500. 75, 85, 91,500. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്തായി ഫിക്സഡ് അസറ്റിൻ്റെ പോർഷനായി. ഫിക്സഡ് അസറ്റ് അപ്പോൾ എത്രയാണ് നോക്കിയാൽ മൊത്തം ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ് 1,75, 2,75 എന്താണ് എത്രയാണ് വന്നേക്കണേ നോക്കുക 2,00,000 എന്താണ് ഫിക്സഡ് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ എന്താണ് 2,00,000 ഗുഡ്വിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്നുള്ള കാറ്റഗറിയിൽ വേണമെങ്കിൽ പെടുത്താം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി ചേർക്കാം കേട്ടോ. 2,75,000 പ്ലസ് 91,500. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഇത് രണ്ടും കൂടി 2,75,000. ഇത് രണ്ടും ടാഞ്ചിബിൾ എന്നുള്ള കാറ്റഗറിയിലാണ്. ടാഞ്ചിബിൾ കേട്ടോ. ടാഞ്ചിബിൾ ആണ്. ഇത് ഇൻടാഞ്ചിബിൾ ആണ്. ഓക്കെ, അങ്ങനെയായിട്ട് വേണമെങ്കിൽ മുറിച്ച് എഴുതാം. അപ്പോൾ ഫിക്സഡ് അസറ്റിലെ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എഴുതി 2,75,000 എഴുതി. എന്താണ് പിന്നെ ഇൻടാഞ്ചിബിൾ നോട്ട് നമ്പർ 6ഉം 7ഉം അങ്ങനെയായിട്ട് കൊടുത്തോട്ടെ. ഇത് 7 ആയിട്ട് കൊടുത്തോളൂ. ഇതാണ് ഇൻടാഞ്ചിബിൾ 91,500. അപ്പോൾ അത് തിരിച്ചെഴുതിയില്ലേ ഫിക്സഡ് അസറ്റിനെ രണ്ടാക്കി മുറിച്ചു. ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും 1ഉം 2ഉം കേട്ടോ. ഇനി ഫിക്സഡ് അസറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്. മറക്കരുത് ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത് ക്വസ്റ്റ്യനിൽ. ഇൻവെസ്റ്റ്മെന്റിൽ എത്ര കിടക്കണേ നോക്കിയേ 50,000 ഉണ്ട്. ആ 50,000 ഇവിടെ തന്നെ നമുക്ക് അത് ചെയ്യാം. 50,000 ഉണ്ട് മൊത്തം. ആ 50,000 42,500 നമ്മുടെ ക്യൂവിന്റെ ഷെയർ വാങ്ങിക്കാനാണ്. ബാക്കിയുള്ള 7,500 പുറമേ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ 7,500 ബാക്കിയുള്ളത് അവിടെ എഴുതണം. 50,000 എന്താണ് 42,500 കുറിച്ച് ബാക്കിയുള്ളത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ അടുത്ത സെക്ഷൻ എന്താണ് ഇതിന്റെ ബാക്കിലായിട്ട് ഇവിടെ നമ്മൾ എഴുതണം. അതായത് എഴുതി കാണില്ല. അപ്പോൾ അടുത്ത കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ അടുത്ത സെക്ഷനാണ് കേട്ടോ നമ്മളിവിടെ എഴുതണേ. ഇതാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഇതിനവിടെ എഴുതിയ കാണാത്തതുകൊണ്ടാണ് മുകളിലേക്ക് എഴുതണം കേട്ടോ. കറണ്ട് അസറ്റിൽ ഏതൊക്കെയാണ് വരണേ നോക്കിയേ. കറണ്ട് അസറ്റിലെ ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് കാണാം. കറണ്ട് അസറ്റിലെ ഡെപ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഡെപ്റ്റേഴ്സ് രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മളത് എന്താണ് മൈനസ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് എന്ത് മൈനസ് ചെയ്യണം 12,500 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നോട്ട് നമ്പർ ആയിട്ട് എഴുതണോ നോട്ട് കേട്ടോ. അടുത്ത നോട്ട് നമ്പർ 8. ഡെപ്റ്റേഴ്സ് എത്രയാണ് കിടക്കണേ നോക്കാം. ഡെപ്റ്റേഴ്സിൽ കിടക്കണത് നോട്ട് നമ്പർ 8 ഡെപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഡെപ്റ്റേഴ്സ് എത്രയാണ് കിടക്കണം നോക്കിയേ 75,000 പ്ലസ് 33,625 മൈനസ് 12,500
മനസ്സിലായോ? 12,500 ഡെപ്റ്റേഴ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ 75,000 പ്ലസ് 33,625 മൈനസ് 12,500 എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും നോക്കിയൊക്കെ? ഡെപ്റ്റേഴ്സിലെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 96,125 വരും. എത്ര? 96,125. നോട്ട് നമ്പർ നമ്മൾ കുറിക്കുന്നു എന്നാണ്. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സിൻ്റെ നോട്ട് നമ്പർ 8 125. അതേപോലെ തന്നെ ബിൽസ് റിസീവബിൾ. ഇതേപോലെ തന്നെ ഇതാ ബിൽസ് റിസീവബിൾ നോട്ട് നമ്പർ 9 ആണ്. ബിൽസ് റിസീവബിൾ രണ്ടും കൂടി കൂട്ടുക. 5,000 പ്ലസ് 7,500 മൈനസ് 4,000. ഓക്കെ, 5ഉം എന്താണ്? അപ്പോൾ 8,500. നോട്ട് നമ്പർ 9 8,000 എത്രയാണ്? 7,000 8,500. ക്ലിയർ ആയോ? ബിൽസ് റിസീവബിൾ. പിന്നെ ഇൻവെന്ററിയിലെ പ്രോഫിറ്റ് മാറ്റണം. അപ്പോൾ ഇൻവെന്ററിയിലെ എത്ര നോക്കുക? നോട്ട് നമ്പർ 9. ഇൻവെന്ററി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോട്ടോ. ഇൻവെന്ററിയില് നമുക്ക് രണ്ടും കൂടി കൂട്ടാം. ഇൻവെന്ററിയിൽ ഏതൊക്കെയാ? 50,000 പ്ലസ് എത്രയാ വന്നേ? 50,000 പ്ലസ് 125. അതായത് 60,125 മൈനസ് 1,000. ഓക്കെ, 59,125. ഓക്കെ, ഇൻവെന്ററി 51,125 ഇനി ബാങ്കും. ഇനി അടുത്തത് ബാങ്ക് രണ്ടും കൂടി ജസ്റ്റ് കൂട്ടിയിട്ടാൽ മതി. 15ഉം 12,500. 15,000 പ്ലസ് 12,500. അപ്പോൾ എത്രയാ? 27,500. ഇനി ക്യാഷും അതുപോലെ തന്നെ കൂട്ടിയിട്ടോ. എന്താണ് ക്യാഷ്? 5,000 പ്ലസ് 3,000. എത്ര വന്നു? 5,000 3,000 8,000. മനസ്സിലായോ? ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഐറ്റമായില്ലേ? കറണ്ട് അസറ്റിൽ എല്ലാ 95 എന്താണ് 125 8,500 59,125 27,500 8,000 ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തൊക്കെ അസറ്റ് സൈഡ് എല്ലാം കൂടി നമ്മൾ ടോട്ടൽ ചെയ്യാണ് ഇവിടെ നോട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടോട്ടൽ വരുമ്പോൾ ഇതന്നെ കിട്ടും 5,74,250. മനസ്സിലായോ? ടോട്ടൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ രണ്ടും ശരിയായില്ലേ? ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വലിയ ക്വസ്റ്റ്യൻ ആട്ടോ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണോ. ഇനി അതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്